മഞ്ഞക്കാരുടെ ശ്രീ ദേവിക്കുട്ടി യോഹന്നാന്റെ മകൾ അനിതയും ഈ വിശ്വാസവാദത്തിൽ തമ്മിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ സഭായോഗത്തിൻ്റെ മുൻപാകെ പരസ്പരം ഉടമ്പടി ചെയ്തതുകൊണ്ട് ദൈവത്തിൻ്റെ നിയമപ്രകാരം ഈ രാജ്യത്തിൻ്റെ നിയമമനുസരിച്ച് ഇവർ ഇപ്പോൾ ഭർത്താവും ഭാര്യയുമായിരിക്കുന്നുവെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ പ്രസിദ്ധപ്പെടുത്തുന്നു. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തവരെ ആരും വേർതിരിക്കരുത്. ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന ഈ ബാബുവിനെയും അനിതയെയും ഈ ദാസന്റെ മേൽ അങ്ങയുടെ അനുഗ്രഹത്തെ അവിടെ നയിക്കണമേ. ഇവർ തമ്മിൽ ചെയ്ത വാഗ്ദത്തങ്ങളും ഉടമ്പടികളെയും നിശ്ചയമായി പ്രമാണിച്ച് നിവൃത്തിയാക്കി പൂർണ്ണ സ്നേഹത്തോടും സമാധാനത്തോടും കൂടെ എപ്പോഴും ഒരുമിച്ച് പാർത്ത് അങ്ങയുടെ കൽപ്പനകൾ പ്രകാരം ജീവിക്കുവാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് കാത്ത് പരിപാലിക്കട്ടെ. കർത്താവ് തന്നെ കരുണ കൃപയോടെ നിങ്ങളെ കടാക്ഷിക്കട്ടെ. പരലോകത്തിൽ നിങ്ങൾക്ക് നെഞ്ചിലുണ്ടാകാൻ തക്കവണ്ണം ഇഹലോകത്തിൽ നിങ്ങൾ തമ്മിൽ അനുകൂലമായി പാർക്കേണ്ടത് നിങ്ങളെ സകല ആത്മീയ അനുഗ്രഹങ്ങളും നിറയ്ക്കുമാറാകട്ടെ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ജന്മോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്കുള്ളതെല്ലാം മന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ലായെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവും ഇല്ല. സ്നേഹം ദീർഘമായി ശ്രമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യും. സ്നേഹം സ്പർശിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചേർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം ഓർക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരുപാട് ഒതുന്നു പോകയില്ല. പ്രവചനപരമോട് നീങ്ങിപ്പോകും, ആശാപരമോട് നിന്നുപോകും, ജ്ഞാനമോട് നീങ്ങിപ്പോകും. മനുഷ്യമായി മാത്രം നാം ഇപ്പോൾ നാം
അകത്ത് കടന്നവര് വെളിയിൽ ചാടുവാനും വെളിയിൽ നിൽക്കുന്നവര് അകത്ത് കടക്കുവാനും വെമ്പൽ കൊള്ളുന്ന ദമ്പതികളെ നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവര് എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിക്കും. കുടുംബ ജീവിതത്തിൽ ഇതുവരെയും പ്രവേശിക്കാത്തവര് എത്രയും പെട്ടെന്ന് വിവാഹം നടക്കണം എന്നുള്ള ആഗ്രഹം, അങ്ങനെ ചില ആളുകൾ മുമ്പോട്ട് പോകുന്നു. അത് ദൈവത്തെ കൂടാതെ ജീവിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ അവരുടെ ആത്മഗതമായിട്ട് പലപ്പോഴും അവരുടെ ഉള്ളിൽ നിന്നും വരുന്നത്. ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നു എങ്കിൽ മരണം നമ്മെ വേർതിരിക്കുന്നത് വരെ എന്നുള്ള ആ പള്ളിയിൽ വെച്ച് ദൈവസന്നിധിയിൽ വെച്ച് എടുത്തതായ ആ പ്രതിജ്ഞ അവസാനം വരെ അത് വിവാഹ ജീവിതം കഴിഞ്ഞ ആദ്യത്തെ 1-2 ആഴ്ച അവസാനം വരെ അത് ഓരോ ദിവസങ്ങൾ കഴിയുന്നതോറും സ്നേഹത്തിന്റെ മാറ്റം കൂട്ടി വരുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. വിവാഹ ജീവിതത്തെ കുറിച്ച് വിശുദ്ധ തിരുവെഴുത്തുകൾ നൽകുന്ന ചിന്തകൾ പിന്തുടരുന്നത് വിവാഹ ജീവിതത്തിന്റെ അനുഗ്രഹത്തിനും കുടുംബ ജീവിതത്തിന്റെ ഭദ്രതയ്ക്കും നിങ്ങൾക്ക് അത് വളരെ പ്രയോജനപ്രദമായിരിക്കും. ഇന്ന് വിവാഹിതരായ ദമ്പതികളായിരിക്കുന്ന അഭാവനും വനിതയ്ക്കും മാത്രമല്ല, ഇപ്പോൾ കുടുംബജീവിതം നയിക്കുന്നവർക്കും വിവാഹിതരാകുവാൻ ആഗ്രഹിക്കുന്നവർക്കും തിരുവെഴുത്തുകളിൽ നിന്നും ഉരുത്തിരിയുന്നതായിട്ടുള്ള ഈ സന്ദേശം വളരെ വളരെ പ്രധാനമാണ്. ഗണിത ശാസ്ത്രത്തിന് അസാധ്യമായ ഒന്ന്, അതായത് 1 + 1 = 1. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ദിവ്യവിചാരണയായ ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ശുശ്രൂഷയിലൂടെ ഒരു കുടുംബമായി ഞങ്ങളെ സംയോജിപ്പിച്ചതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. കുടുംബം എന്ന നിലയ്ക്കുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വവും ക്രിസ്തീയ സാക്ഷ്യവും നിർവഹിക്കാൻ ബലഹീനരായ ഞങ്ങളെ ബലപ്പെടുത്തൽ. ഞങ്ങൾ തിരുസന്നിധിയിൽ ഈ സഭയുടെ മുന്നിൽ ചെയ്ത പ്രതിജ്ഞകൾ അന്യോന്യം നിർവഹിക്കുവാൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തൽ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തണം. ഞങ്ങളുടെ സ്വർഗീയ മണവാളനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്നേഹനായ പ്രമാണത്തിന്റെ നിവൃത്തിയെന്ന് അങ്ങയുടെ അപ്പോസ്തലരും കാതലും ഉദ്ദേശിച്ചുവല്ലോ. തമ്മിൽ തമ്മിൽ സ്നേഹിച്ച് തങ്ങളുടെ ജീവിതാവസാനം വരെ അങ്ങയുടെ സ്നേഹത്തിൽ നിലനിൽപ്പാൻ ഈ അങ്ങയുടെ മക്കൾക്ക് കൃപ നൽകണം. പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ദൈവമായി കലാവസാനമില്ലാതെ ജീവിക്കുവാനുള്ള ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു.
ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയാളിവളാണല്ലോ. എന്നുള്ളു തുടിച്ചതും ഇവളെ കാണാനല്ലോ. ഒരു പൂങ്കുല പോലിവളാടുമ്പോൾ മോഹം, മൃദുമൗനം പോലും സംഗീതം. പേരെന്താണെന്നറിവീല, ഊരേതാണെന്നറിവീല, ഇവളെന്റേതാണെന്നുള്ളം പാടുന്നു. ഓ മുകിൽ കിനാവിൽ നിന്നും ഇവളി മണ്ണിലിറങ്ങിയ തൂമിന്നൽ, മഴത്തേറേറി വരും മിന്നൽ. ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയാളിവളാണല്ലോ. എന്നുള്ളു തുടിച്ചതും ഇവളെ കാണാനല്ലോ. കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ബാബുവിനെയും അനുജയെയും ഞങ്ങൾ ഓർക്കുന്നു. 2 കുടുംബങ്ങളെയും ആ കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ഈ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കായും സ്തോത്രം. നിന്റെ മക്കൾ അങ്ങയിൽ അധിഷ്ഠിതമായ കുടുംബജീവിതം നയിപ്പാൻ കർത്താവേ, കുടുംബജീവിതം യേശുക്രിസ്തുവിനോട് ചേർന്ന് 2 പേരും ഒരു മുമ്പിരി ചരട് പോലെ ഒന്നിച്ച് ഐക്യതയിൽ, സ്നേഹത്തിലെ കൂട്ടായ്മയിൽ സഹകരിച്ച് ഒന്നിച്ച് പോകുവാനെ കൊണ്ട് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഇവരുടെ കുടുംബ ജീവിതം, വൈവാഹിക ജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ ഇടയാക്കണമേ. അവിടുന്ന് അവരെ ആശീർവദിച്ചതിനായി സ്തോത്രം ചെയ്യും. കർത്താവെ, ഞങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ആഹാരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആ ആഹാരത്തെ അവിടുന്ന് ശുചീകരിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭക്ഷിച്ച് ബലം പ്രാപിച്ച് അങ്ങയുടെ നാമമഹത്വത്തിനായി പ്രയോജനപ്പെടുത്തുവാൻ ഇടയാക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിന് അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ഇപ്പോൾ നവദമ്പതികൾ കുടുംബജീവിതം പ്രകാശപൂരിതമായി തീരുവാനും ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നതെന്ന് യേശു ക്രിസ്തു പറഞ്ഞതുപോലെ നമ്മളും ലോകത്തിൻ്റെ വെളിച്ചങ്ങളായി പ്രശോഭിപ്പാൻ തക്കവണ്ണം ഈ കുടുംബ ജീവിതം വെളിച്ചമായി തീരത്തക്കവണ്ണം, അനുഗ്രഹമായി തീരാൻ തക്കവണ്ണം ഇപ്പോൾ ലൈറ്റ് കത്തിക്കുന്നു. I see a hero in you. I see my hero in you. I see a hero.